26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ യാത്രക്കാരില്ലാതെ സ്വകാര്യ ബസ്സുടമകൾ വലയുകയാണ്. നഷ്ടക്കണക്കുകൾ നിരത്തി പല ജില്ലകളിലും സ്വകാര്യ ബസ്സുടമകൾ സൂചനാ സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ബുധനാഴ്ച പണിമുടക്കും നടത്തി. വടക്കൻ ജില്ലകളിൽ പണിമുടക്ക് സാരമായി ബാധിക്കുകയും ചെയ്തു. ബസ്സുടമകൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. ഗതാഗത മന്ത്രി സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളുമായി ഇന്ന് ചർച്ച നടത്തും. സ്ഥിതിഗതികൾ പഠിക്കാൻ സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നാണ് വിവരം. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും സർക്കാരിന്റെ തുടർ നടപടി. സർക്കാർ പ്രഖ്യാപിച്ച നികുതി ഇളവ് തങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നാണ് ബസ്സുടമകളുടെ വിലയിരുത്തൽ. അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ബസ്സുടമകൾ നീങ്ങിയാൽ മലയോര മേഖലകളിലും ഉൾനാടൻ ഗ്രാമങ്ങളിലും യാത്രക്കാരെ അത് വലയ്ക്കുമെന്നുറപ്പ്. അത് മുന്നിൽ കണ്ടുകൂടിയാണ് സർക്കാർ ഇടപെടൽ. ദിനംപ്രതി സർവീസ് നടത്താൻ ഡീസൽ അടിക്കാനുള്ള പണം പോലും വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് സ്വകാര്യ ബസ്സുടമകളുടെ വാദം. പ്രതിദിനം 2000 മുതൽ 5000 രൂപ വരെ നഷ്ടമാണ് ഓരോ ബസ്സിനും നേരിടുന്നതെന്ന് സംഘടനകൾ ആരോപിക്കുന്നു. സൗജന്യയാത്ര വിദ്യാർത്ഥികൾക്കും 65 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാർക്കും മാത്രം നൽകണം. 50% ഡീസൽ സബ്സിഡി അനുവദിക്കണം. റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കണം. ഇന്റർസ്റ്റേറ്റ് ടൗൺ ടു ടൗൺ ബസ്സുകൾ സൗജന്യയാത്ര ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരം ചെയ്യുന്ന സ്വകാര്യ ബസ്സുടമകൾ ഉന്നയിക്കുന്നത്. ബസ്സുടമകളുടെ ആവശ്യങ്ങൾ സർക്കാർ എങ്ങനെ പരിഗണിക്കുമെന്ന് കാത്തിരുന്നു കാണാം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.